എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് കഴിഞ്ഞ LP UP എക്സാമിൻ്റെ ചെറിയൊരു അനാലിസിസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്കും ഉണ്ടായിരുന്നു UPSC എക്സാം. എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് 100 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അതുപോലെ പിന്നെ സയൻസ് പാർട്ട് ഉണ്ടായിരുന്നു, GK പാർട്ട് ഉണ്ടായിരുന്നു, സൈക്കോളജി 20 മാർക്കിനുണ്ടായിരുന്നു, മാത്സ് 15 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് കുഴപ്പിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചപ്പോഴും അവർക്കും നല്ല പാടായിരുന്നു ഇംഗ്ലീഷും മലയാളവും. സൈക്കോളജി അത്യാവശ്യം എല്ലാവർക്കും എളുപ്പമായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ച് സൈക്കോളജി എളുപ്പമായിരുന്നു. പക്ഷേ ആ സൈക്കോളജി കിട്ടിയ മാർക്കൊക്കെ ഞാൻ കുറച്ച് നെഗറ്റീവായിട്ടുണ്ട്. ഏതിൽ? നമ്മുടെ ഇംഗ്ലീഷ് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തില്ല, പിന്നെ രണ്ടാമത് അറ്റൻഡ് ചെയ്തപ്പോൾ കുറച്ച് നെഗറ്റീവ് വന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നല്ല ടഫായിരുന്നു. അതായത് പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നും എക്സാം നല്ല ഈസി അല്ലേ, കട്ട് ഓഫ് 80-ൽ കൂടില്ലേ, 90-ലധികം മാർക്ക് മേടിച്ച് എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് തോന്നും. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല നമ്മളൊരു എക്സാമിനെ സമീപിക്കുമ്പോഴല്ലേ. അതായത് നമ്മുടെ ആ എക്സാം ഹാളിൽ നമ്മുടെ 1.5 മണിക്കൂറിൽ നമ്മുടെ തോട്ട്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഇന്ന് നടന്ന UPSC എക്സാം വീട്ടിലിരുന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു 60-65 മാർക്കൊക്കെ കിട്ടിയിരിക്കും. എന്നാലും എക്സാം ഹാളിൽ എത്തുമ്പോൾ അത്യാവശ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായി പഠിച്ച എല്ലാവർക്കും ഒരു 50-60 ഇടയിൽ സ്കോർ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ 60 മാക്സിമം പോയാൽ ഒരു 65 വരെ. അപ്പം കട്ട് ഓഫ് ഓരോ ജില്ലയിലും വ്യത്യസ്ത കട്ട് ഓഫാണ് വരുന്നത്. നിങ്ങൾക്കറിയാതെ എല്ലാ ജില്ല തിരിച്ചിട്ട് കട്ട് ഓഫ് ഞാനിപ്പോൾ പറയുന്നില്ല. ഏകദേശം ഒരു ആവറേജ് 55-നും 65-നും ഇടയിൽ മാർക്ക് മേടിച്ചവർ സേഫ് സോണിലാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ എക്സാമിൻ്റെ മാർക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നാളെ തൊട്ട് നമ്മൾ LDCയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുവാണ്. ഞാൻ പറഞ്ഞിരുന്നു UPSC എക്സാം കഴിഞ്ഞാൽ LDC നമ്മൾ ആരംഭിക്കും. LDC ശ്രദ്ധിക്കണം, UPSCക്ക് കറണ്ട് അഫെയർസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ. നമുക്കറിയാം ആകെ 8 മാർക്കിന്, സിലബസിൽ 8 മാർക്കിനായിരുന്നു കറണ്ട് അഫെയർസ്. എന്നാൽ ഇന്ന് 8 മാർക്കിന് കറക്റ്റ് 8 മാർക്കിനൊന്നും കറണ്ട് അഫെയർസ് ചോദിച്ചില്ല. LDCക്ക് അതുപോലല്ല. LDCക്ക് 20 മാർക്കിനാണ് കറണ്ട് അഫെയർസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അഫെയർസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. 2023 തൊട്ടിട്ട് നമ്മുടെ ഈ ജൂൺ വരെയുള്ള കറണ്ട് അഫെയർസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ കറണ്ട് അഫെയർസാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പം നാളെ ജനുവരി ഫെബ്രുവരി ഒരു ദിവസം നമ്മൾ 2 മന്ത് വെച്ചിട്ടാണ് കറണ്ട് അഫെയർസ് ഞാൻ കവർ ചെയ്യാൻ നോക്കുന്നത്. അതായത് കവർ ചെയ്യുന്ന വെച്ചാൽ എല്ലാ സോഴ്സിൽ പരമാവധി, അതായത് PSC ബുള്ളറ്റിനായാലും പത്രവാർത്തകളിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നും മാക്സിമം ഞാൻ മാക്സിമം കറണ്ട് അഫെയർസ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ കറണ്ട് അഫെയർസ് മാത്രമല്ല എല്ലാം, അതായത് ആ കറണ്ട് അഫെയർസിൻ്റെ കൂടെ വേണം നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കാൻ. ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് കറണ്ട് അഫെയർസ് പ്ലസ് ഒരു ടോപ്പിക്, അതായത് അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് പോയിട്ട് കാര്യമില്ല. അപ്പോൾ കറണ്ട് അഫെയർസ്, ആ 2 മാസത്തെ കറണ്ട് അഫെയർസ് ഇന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ടൈം ടേബിളിലുള്ള ഒരു ഭാഗം കൂടി പഠിക്കണം. ഓക്കെ, LDCയുടെ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ തൊട്ട് കറണ്ട് അഫെയർസ് തുടങ്ങിയാണ്. 2023 ജനുവരി തൊട്ട് 2024 ജൂൺ വരെയുള്ള എല്ലാ കറണ്ട് അഫെയർസും ഒരു പോയിൻ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം പോയിൻ്റ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും UPSC എഴുതി എല്ലാവരും മാർക്ക് കമൻറ്റ് ചെയ്യുക. എക്സാം പാടായവർ
ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. കാരണം എല്ലാവർക്കും പാടായിരിക്കും. കാരണം എക്സാം ആ ഒരു സമയത്തുള്ള നമ്മുടെ ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ കാരണം നമ്മുടെ അറിയുന്ന ഉത്തരം പോലും മാറിക്കറിപ്പിച്ച ഒത്തിരി പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞത് എക്സാം നല്ല പാടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട, അതിനെക്കുറിച്ച് ഇനി നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. എന്താ അടുത്ത എക്സാം അതല്ലേ നമ്മുടെ എൽ ഡി സി ഇത് ജൂലൈ ലാസ്റ്റ്, തിരുവനന്തപുരംകാർക്ക് ജൂലൈ ലാസ്റ്റാണ്. ഇനി അത്രയേ ദിവസമുള്ളൂ. ഞാൻ അപ്ലൈ ചെയ്തത് കാസർഗോഡാണ്. കാസർഗോഡായി ഒരു മാസം കൂടി, ആഗസ്റ്റ് ലാസ്റ്റാണ് കാസർഗോഡ് എക്സാം വരുന്നത്. അതുകൊണ്ട് നമുക്കിനി ഒരു ദിവസം പോലും കളയാതെ LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.